ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. മലിനീകരണ നിയന്ത്രണത്തിനായി സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചു. ഡൽഹിയിൽ നിന്ന് വിനീത VG തത്സമയം ചേരുകയാണ്. വിനീത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നും ഡൽഹിയിൽ നിലവിൽ അത് തന്നെയാണ് അവസ്ഥ. പുലർച്ചെ മുതൽ പല മേഖലകളിലും വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഡൽഹി NCR മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ 365-ന് മുകളിലാണ് വായു മലിനീകരണ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വായു മലിനീകരണവും അതുമായി ബന്ധപ്പെട്ട് പ്രതിദിനം നിരീക്ഷിക്കുന്നതിനായി 39 കേന്ദ്രങ്ങളാണ് ഉള്ളത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ 39 കേന്ദ്രങ്ങളിൽ 26 എണ്ണത്തിലും വായു ഗുണനിലവാരം ഏറ്റവും മോശം നിലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വായു ഗുണനിലവാരം ഇത്തരത്തിലേക്ക് വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിനും ഒക്കെ നേരത്തെ തന്നെ ഡൽഹി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും വായു മലിനീകരണം നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഡൽഹി നീങ്ങുന്നത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വിദഗ്ധ സമിതിയെ കൂടി ഡൽഹി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതിയിൽ ഈ മലിനീകരണ തോത് അടക്കം വ്യക്തമായി അതിനെ നിരീക്ഷിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുന്നതിനുമാക്കി ഉള്ള വിദഗ്ധർ ഉൾപ്പെടെ ഈ സമിതിയിലുണ്ട് എന്നാണ് ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിദഗ്ധ സമിതിയെ കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർ ഈ പ്രതിദിനം ഡൽഹിയിലെ വായു മലിനീകരണ തോത് നിരീക്ഷിക്കുകയും അത് മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ നേതൃത്വത്തിൽ മറ്റൊരു പാനൽ കൂടി കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മലിനീകരണം ലഘൂകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ പാനൽ നിർദ്ദേശിക്കുമെന്നൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കപ്പെടുത്തുന്നത് പ്രതിദിനം ഈ മലിനീകരണ തോത് വർദ്ധിക്കുന്നത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.